So hi guys, welcome to Fitness by Anandu. This is Sunday and ഇന്നും നമ്മൾ സ്വിമ്മിങ്ങിനാണ് വന്നിരിക്കുന്നത്. ഇതാണ് പൂള്. ലെറ്റ്സ് ഗോ. സോ ലാസ്റ്റ് മൺഡേ മുതൽ ഞാൻ ക്രിയാറ്റിൻ എടുക്കുന്നുണ്ടായിരുന്നു, എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഹിയർ ദി അപ്ഡേറ്റ് യു ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ. ആൻഡ് ദി അപ്ഡേറ്റ് ഈസ് there is no visual changes. Yes, there is no changes. But ഒരു ചേഞ്ചും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇൻഫാക്ട് there are two changes. ഫസ്റ്റ് വൺ ഈസ് എൻ്റെ എനർജി ലെവൽ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ആയി. അത് എനിക്ക് മനസ്സിലായി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റ് തേഴ്സ്ഡേ എൻ്റെ ചെസ്റ്റ്, ഷോൾഡേഴ്സ് ആൻഡ് ട്രൈസപ്സ് ആയിരുന്നു. ആൻഡ് നോർമലി പോകുന്ന പോലെ ഞാൻ ജിമ്മിൽ പോയി. ഞാൻ ചെസ്റ്റ് ആൻഡ് ഷോൾഡേഴ്സ് ഹെവി വെയ്റ്റ്സിലാണ് വർക്കൗട്ട് ചെയ്യുന്നത്. വർക്കൗട്ട് ചെയ്തു, എൻ്റെ ട്രൈസപ്സിനോട് വർക്കൗട്ട് ചെയ്തു. ഓൾമോസ്റ്റ് ഒരു 2.5 hours ഞാൻ എൻ്റെ ജിമ്മിൽ സ്പെൻഡ് ചെയ്തു. എന്നിട്ടും ഐ വാസ് നോട്ട് ടയർഡ്. എനിക്ക് വർക്ക് ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നത്. ആൻഡ് ദി സെക്കൻഡ് ചേഞ്ചസ് എൻ്റെ റിക്കവറി ടൈം പീരീഡ്. നോർമലി എൻ്റെ ഒരു റിക്കവറി ടൈം പീരീഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 24 to 48 hours ആണ്. അത് ഇൻ ബിറ്റ്വീൻ 24 to 48 hours ആണ്. ബട്ട് ഒരു 2 to 3 days ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ റിക്കവറി ടൈം പീരീഡ് ഒരു 24 hours ആയിട്ട് കുറഞ്ഞിരിക്കുന്നു. സോ ബൈ ഫാർ ഐ എം ജസ്റ്റ് ലവിങ് ഇറ്റ്, ബട്ട് സ്റ്റിൽ ഐ എം നോട്ട് റെക്കമെൻഡിങ് ദിസ് ടു എനിവൺ. ഗിവ് മി എ കപ്പിൾ ഓഫ് വീക്സ് ഹിയർ, ഒരു 2 to 3 weeks കൂടെ എനിക്കിതാ. നെക്സ്റ്റ് മന്ത്, അതായത് നവംബർ ഒരു 7th അല്ലെങ്കിൽ 8th ഞാൻ ഒരു ബ്ലഡ് ടെസ്റ്റും കൂടെ ചെയ്യും. അതിലെൻ്റെ കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റും ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെല്ലാം അറിയിക്കുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ടിൽ ദെൻ ഫോളോ മീ.